ഇന്നലെ രാത്രി പെട്ടെന്ന് പൊതിച്ചോറ് കഴിക്കണമെന്നൊരാഗ്രഹം. ഇവിടെ ബ്രിസ്ബെയിനിൽ ഒരുവിധം എല്ലാ മലയാളികളുടെ വീട്ടിലും വാഴയുണ്ട്. പക്ഷേ എപ്പോഴും കാറ്റും മഴയും ഉള്ളതുകൊണ്ട് കീറിപ്പോകാത്ത വാഴയില കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ രാവിലെ അനീഷിക്ക ലോകിൻ്റെ വീട്ടിൽ പോയി വാഴയില കൊണ്ടുവന്നു. ലോകനും രമ്യയും ഞങ്ങളുടെ തമിഴ് ഫ്രണ്ട്സാണ്. രമ്യ എൻ്റെ ടീംമേറ്റ് ആയിരുന്നു. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നതും. അനീഷക്കായ്ക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും ആദ്യം വിളിക്കുന്ന 2-3 പേരിൽ ഒരാളാണ് ലോകൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് സങ്കടം വരും, ചെറിയ കാര്യങ്ങൾക്ക് വരെ കരയും. കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ നിർത്താൻ പറ്റില്ല, മൂഡ് സ്വിങ്സ്, അങ്ങനെ ആകെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ സമയത്ത് വിഷമിക്കാൻ ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു. മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് പറഞ്ഞ് നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ആ സമയത്തും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഓഫീസിൽ പോയപ്പോൾ പോകുന്ന വഴി എന്തോ കാര്യങ്ങൾ പറഞ്ഞ് അനീഷിക്കായുടെ കൂടെ വഴക്കുണ്ടായി. ഓഫീസിൽ ചെന്നിട്ട് എനിക്കെൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ കൺട്രോൾ ശരിക്കും കയ്യിൽ നിന്ന് പോയിന്നേ. ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ആളുകളൊക്കെ കൂടി ആകെ നാണക്കേടായി. പക്ഷേ എനിക്ക് ആ സമയത്ത് നാണക്കേടൊന്നും അല്ല ഫീൽ ചെയ്തത്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഓഫീസിൽ നിന്ന് ആംബുലൻസ് വിളിച്ചു, പാരാമെഡിക്സ് വന്നു, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് രമ്യയാണ് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നതും എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ എനിക്ക് കൂട്ടിരുന്നതും. ഇവരോടൊക്കെയുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. വാഴയില കിട്ടിയ സന്തോഷത്തിൽ അനീഷിക്ക പൊതിച്ചോറുണ്ടാക്കി. ഒരുപാട് കറികൾ പോലെയൊന്നും ഉണ്ടാക്കിയില്ല. ചമ്മന്തി, അച്ചാറ്, ഒരു തോരൻ, ഒരു മെഴുക്കുവരട്ടി, ഓംലെറ്റ്, കുറച്ച് പ്രോൺസ് ഫ്രൈ ചെയ്തത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ പൊതിച്ചോറ് റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചു. പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും സന്തോഷമായിട്ട് ഈ പൊതിച്ചോറ് കഴിച്ചു. ആ വാഴയിലയിൽ നിന്ന് ഓരോ പിടി ചോറെടുത്ത് വായിൽ വയ്ക്കുമ്പോഴും ഞാൻ രമ്യയെ ഓർത്തു. രമ്യ അന്ന് ഓഫീസിൽ എനിക്ക് വേണ്ടി ചെയ്ത ഹെൽപ്പും എൻ്റെ കൂടെ നിന്നതും ഒക്കെ വളരെ വളരെ നല്ലൊരു കാര്യമായിരുന്നു. എല്ലാവർക്കും അതൊന്നും ചെയ്യാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് ഒരാൾ മെൻ്റലി അൺസ്റ്റേബിളായിട്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. Thanks a lot, Ramya, if you are hearing this.